നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്കൊരു 20 വർഷത്തിന് ശേഷം കാശ് മതി, പക്ഷേ അപ്പോൾ കിട്ടുന്ന കാശ് ഇന്നത്തെ മൂല്യത്തിനനുസരിച്ചുള്ള കാശായിരിക്കുമോ, അല്ലെങ്കിൽ അന്ന് ആ കിട്ടുന്ന കാശിനെ കൊണ്ട് എനിക്ക് പണപ്പെരുപ്പത്തിനെ അഥവാ ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന പണത്തിൻ്റെ മൂല്യം എങ്ങനെയാണ് കുറയുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമ്മളൊരു ഉദാഹരണം പറയാം. 10 രൂപയ്ക്ക് ഒരു ബോട്ടിൽ വെള്ളം കിട്ടുന്ന ഒരു കട. നാട്ടിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ഈ 10 രൂപയ്ക്ക് തന്നെയാണ് എല്ലാവരും വെള്ളം വിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെ വെള്ളം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചെറിയൊരു മാർജിൻ, ചിലപ്പോൾ ഒരു 9.5 രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ചിലവായിട്ടുണ്ടാവുക. ഒരു 50 പൈസ ഈ പറയുന്ന കടക്കാരുടെ ലാഭമായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരുപാട് കടകളുള്ളൊരു നാട്, വേറെ ഒരു നാട്ടിൽ ഈ പറയുന്ന കടയിൽ അല്ലെങ്കിൽ ഒരു കട മാത്രമേ ഈ പറയുന്ന വെള്ളം വിൽക്കുന്നുള്ളൂ എന്ന് കൂട്ടുക. അതായത് ബാക്കി കടകളിലൊന്നും വെള്ളം കിട്ടാനില്ല, ഈ കച്ചവടക്കാരൻ മാത്രമാണ് അതിൻ്റെ ഒരു ഡീലറായിട്ട് ആ നാട്ടിലുള്ളത്. സ്വാഭാവികമായിട്ടും 1000 ബോട്ടിൽ വെള്ളം ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഇയാൾ ഇറക്കുമതി ചെയ്യുന്നു. അതായത് ഇയാൾ ഒരു കടയിലേക്ക് വാങ്ങുന്നു, അതിൽ നിന്നൊരു 900-950 ബോട്ടിലൊക്കെ വെള്ളം ചിലവായി പോകുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ 1000 ബോട്ടിൽ വെള്ളം തന്നെ ഇയാൾ വാങ്ങുന്നു, പക്ഷേ ഒരു 1100-1200 ആൾക്കാർ ഈ പറയുന്ന വെള്ളം അന്വേഷിച്ച് അയാളുടെ കടയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഇപ്പോൾ ചിലപ്പോൾ പറയാം, വെള്ളമല്ലേ കൂടുതൽ മേടിച്ചുകൂടെ എന്ന് പറയാം. കൂടുതൽ മേടിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകൾ പലതും ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്ഷൻ ഇല്ലാത്ത പല പ്രൊഡക്റ്റുകളും ഉണ്ടാവാം. ഞാനൊരു ഉദാഹരണമായിട്ടാണ് വെള്ളം പറഞ്ഞത്. ഇങ്ങനെയുള്ള കേസുകളിൽ ആ കച്ചവടക്കാരൻ ചെയ്യുന്ന ഒരു പ്രവണത എന്താ വെച്ചാൽ, 10 രൂപയുടെ വെള്ളം മേടിക്കാൻ ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്, അത് 11 രൂപയിലേക്ക് കയറ്റിയാൽ ഈ പറയുന്നതിൽ കുറച്ചെണ്ണം കുറയും. ശരിയാണോ അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ 1200 പറയുമ്പോൾ അത് 1100 1050 ആക്കി മാറ്റാൻ പറ്റും. കാരണം 1 രൂപ ഇവിടെ ഈ സാധനത്തിൻ്റെ വില കൂടി എന്ന് പറഞ്ഞതുപോലെ സാവധാനം ഈ വില പതിയെ ഇയാൾ കൂട്ടാണ്. കാരണം ഡിമാൻഡ് ഭയങ്കരമായിട്ടുണ്ട്, അതിനാവശ്യത്തിനുള്ള സാധനം കൊടുക്കാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സാധനം, ഒരു കുപ്പി വെള്ളം മേടിക്കാൻ കുറച്ച് കഴിയുമ്പോൾ 11-12 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് ഉദാഹരണ സഹിതം ഇൻഫ്ലേഷൻ എന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള 10 രൂപയ്ക്ക് ഉണ്ടായിരുന്ന സാധനം മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാലം കഴിയുമ്പോൾ 10 രൂപയ്ക്ക് മേടിക്കേണ്ട സാധനം 12-13 രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്കവിടെ പറയാം, അവിടെ 30% ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറയാം. ഇത് വളരെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് നമ്മുടെ സേവിങ്സിലൂടെ ബീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു 10-15 വർഷം നോക്കുകയാണെങ്കിൽ നമുക്കവിടെ 5%, അറൗണ്ട് 5% ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ 5%-നെ നമ്മൾ നിലവിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടാവും. എന്നാൽ ഈ 5%-ൽ താഴെയാണ് നിങ്ങളുടെ റേറ്റ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പായിട്ടും ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യില്ല, ഇൻഫ്ലേഷനെ താഴെയായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ലംസമായിട്ട്, ആദ്യം നമ്മൾ ലംസമായിട്ട് നോക്കാം. ഒരു 10 ലക്ഷം രൂപ ഒറ്റ തവണയായിട്ട് ഒരു 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടെന്ന് കൂട്ടുക. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ FD നമുക്ക് കാണാൻ പറ്റും, ചിട്ടികൾ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് പോലെയുള്ള സംഭവങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ FD എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-8%, നമ്മളതിന് റൗണ്ട് ചെയ്തിട്ട് ഒരു 7% പറയുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചിട്ടികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4-5% മാക്സിമം നമുക്കതിൽ ലാഭം എങ്ങനെയൊക്കെ കൂട്ടിയാൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മളൊരു 4.5% എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു 5-6% മാക്സിമം നമുക്ക് റേറ്റ് കിട്ടിയാൽ നമുക്ക് ഭാഗ്യം എന്ന് പറയാൻ പറ്റും, റിട്ടേൺസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. സോ നമുക്കതിനൊരു 5.5% നമുക്കതിന് ഏകദേശം ഒന്ന് കണക്ക് കൂട്ടാം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13-15% റിട്ടേൺസ്, നമുക്കൊരു 14%-ൽ നമുക്ക് ആ റിട്ടേൺസ് ഒന്നും നിലനിർത്താം. ഇവിടെ FDയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കിട്ടുന്ന ലാഭം വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 27 ലക്ഷം രൂപയിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഈ കാലഘട്ടം കൊണ്ട് എത്തിക്കാൻ FDനെ കൊണ്ട് പറ്റുന്നുണ്ടാവും. ഇനി ചിട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 19 മുതൽ ഒരു 20 ലക്ഷം രൂപ വരെ നമുക്ക് ചിട്ടിയിലൂടെയും നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാം. ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം 22 ലക്ഷം രൂപയിലേക്ക് നമുക്ക് നമ്മുടെ വരുമാനത്തിന് വളർത്താൻ പറ്റും.
ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 71 ലക്ഷം രൂപയോളം 71-71.5 ലക്ഷം രൂപയോളം നമുക്ക് ഈ പറയുന്ന റിട്ടേൺസ് വെച്ചിട്ട് നമ്മുടെ റിട്ടേൺസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്കിതാണ്, നമുക്ക് ഈ കാലഘട്ടം കൊണ്ട് നമ്മുടെ കാശിൻ്റെ പണപ്പെരുപ്പം എത്രയോളം ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ 20,78,000 രൂപയോളാണ് ഈ സമയം കൊണ്ട് നമ്മുടെ പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ഏതൊക്കെ റിട്ടേൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാം, ഇവിടെ നമുക്ക് പണപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും ബീറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇൻഷുറൻസ് 5.5 ഒക്കെ കുറച്ച് ലോങ് ടേമിൽ നമ്മൾ മാക്സിമം റിട്ടേൺസിൻ്റെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് വേണേൽ ഇതിനെ റിട്ടേൺസിലേക്ക് മീറ്റ് ചെയ്തു എന്ന് പറയാം. ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഇതിനെ മീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇൻഫ്ലേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നെങ്കിൽ വെൽത്ത് ക്രിയേഷൻ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ നമുക്കൊരു SIP മന്ത്ലി അടക്കുന്ന SIPയും കൂടി നമുക്ക് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത് 10 ലക്ഷം രൂപ ഒറ്റ തവണയായിട്ട് മാറ്റിവെക്കുന്ന ആളെ പറ്റിയിട്ടാണ്. ഇനി അത്ര കയ്യിൽ മാറ്റിവെക്കാനില്ല, മാസം ഒരു 10,000 രൂപ മാറ്റിവെക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 15 വർഷത്തേക്കാണ്. ഇൻഫ്ലേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ചുകൂടി ഒരു കണക്കിന് ഡിഫറൻസിന് വേണ്ടിയിട്ട് 20 വർഷത്തെ കണക്ക് കൂടി ഒന്ന് നോക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം മാസാമാസം ആയതുകൊണ്ട് തന്നെ അവിടെ FD എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്കിലുള്ള റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് RD ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഏകദേശം ഒരു 6-6.5% RDയിൽ റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ പറയുന്ന റിട്ടേൺസ് ഉണ്ടാവും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് RDയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 48 lakhs rupees നമുക്ക് ഈ പറയുന്ന റിട്ടേൺസ് ആക്കി ഉണ്ടാക്കിയെടുക്കാം. അതായത് 10,000 രൂപ മാസം 20 വർഷത്തേക്ക് അടക്കുന്ന ഒരു വ്യക്തിക്ക് 48 ലക്ഷം രൂപയോളം RD മുഖാന്തരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം ഒരു 43 ലക്ഷം രൂപയോളം നമുക്ക് ഇൻഷുറൻസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 38-39 ലക്ഷം രൂപയോളം നമുക്ക് ചിട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഏകദേശം ഒരു 1,24 ലക്ഷം രൂപയോളം നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 20 വർഷത്തേക്ക് ഇൻഫ്ലേഷൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 29-30 ലക്ഷം രൂപയോളം നമ്മുടെ ടോട്ടൽ ഇൻഫ്ലേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 24 ലക്ഷം രൂപ നമ്മൾ ടോട്ടൽ അടക്കുമ്പോൾ നമുക്ക് ആ ഇൻഫ്ലേഷനെ എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കണക്കൊന്ന് നോക്കുക. ഇവിടെ അടുത്തൊരു ചെറിയ ആൾക്കാരുടെ സംശയം ഉണ്ടാകുന്നത് പലപ്പോഴും ചിട്ടി എന്ന് പറയുന്ന സംഭവത്തിലുള്ള റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കണക്ക് കൂട്ടണേ എന്നുള്ളതാണ്. ചിട്ടിക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കയ്യിൽ കാശ് ബാക്കി ഉണ്ടാവില്ല. ചിട്ടി വിളിക്കുന്ന നമ്മൾ പലപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്കൊരു 4-5% കഴിഞ്ഞ ഒരു 10 വർഷത്തേക്ക് കണക്കെടുത്ത് നോക്കിയാൽ ആ ഒരു റേറ്റിൽ കൊടുക്കുന്ന കണക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ ചിട്ടികളാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നാട്ടിലുള്ള ചിട്ടികളൊക്കെയാണ് ഇതിനേക്കാൾ കുറവായിരിക്കാം. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 5-6% കൂടുതലൊന്നും റിട്ടേൺസ് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ആ കണക്ക് വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാവാം. അതായത് യൂലിപ്പ് പ്ലാനുകളിൽ ഇതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടാവില്ല, എന്നാലും കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണൽ പ്ലാനിൽ പല പ്ലാനുകളിലും ഇതിൽ കുറവ് കൊടുത്തിട്ടുണ്ടാവാം. സോ ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കണക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു പോർട്ട്ഫോളിയോ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി അറിയുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ ലാർജ്, മിഡ്, സ്മോൾ അല്ലെങ്കിൽ മൾട്ടി അസറ്റ് പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ റിട്ടേൺസിനേക്കാൾ കൂടുതൽ കിട്ടാനാണ് പൊതുവെ സാധ്യതയുള്ളത്. നമ്മൾ 14% മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. പിന്നെ ബാങ്കിൽ RD ആണെങ്കിൽ നമുക്കറിയാം FD മാസാമാസം അടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ RD ഈ കണക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പണം എന്തുകൊണ്ടാണ് വളരാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പണം വലിയ രീതിയിൽ വളരാത്ത മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് വലിയ രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത്. സോ കൃത്യമായി പ്ലാൻ ചെയ്യുക, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക.